ഒമാനിലെ ബർക്ക മേഖലയിലുള്ള രക്ഷിതാക്കളുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് സ്കൂളിലെ മുൻ ഡയറക്ടർ ബോർഡ് പുതിയ സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചതും ഭൂവുടമയുമായി നിർമ്മാണ കരാർ ഒപ്പിട്ടതും. എന്നാൽ പിന്നീട് വന്ന ഡയറക്ടർ ബോർഡ് കരാറിൽ നിന്നും പിന്മാറി. ഇതോടെ ഭൂവുടമ കോടതിയെ സമീപിക്കുകയും 20 കോടിയോളം രൂപ ഭൂവുടമയ്ക്ക് നൽകാൻ കോടതി ഉത്തരവിടുകയുമായിരുന്നു. കരാർ പ്രകാരം ബർക്കയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം എന്തുകൊണ്ടാണ് സ്കൂൾ പ്രവർത്തിക്കാത്തതെന്നും കരാറിൽ നിന്നും എന്തിനു പിന്മാറിയെന്നും കോടതി ചോദിച്ചു. ഇത്രയും ഭീമമായ തുക നൽകിയില്ലെങ്കിൽ സ്കൂളിന്റെ പ്രവർത്തനം നിലയ്ക്കുമോ എന്നതാണ് രക്ഷിതാക്കളുടെ ആശങ്ക. ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ പുറത്ത് ഏകദേശം 1 മില്യൺ റിയാൽ ഒമാനിയോളം നേരുന്ന ഒരു ഫൈൻ ഇപ്പോൾ ഒമാന്റെ പരമോന്നത കോടതി ചുമത്തിയിരിക്കുകയാണ്. ഇത്രയും പൈസ എങ്ങനെയാണ് ഇവർ കൊടുക്കുക എന്നുള്ളതാണ് ആകെ കൺഫ്യൂഷൻ. കുട്ടികളുടെ ഫീസിൽ നിന്ന് ഈടാക്കുമോ അതോ പേരൻസിന് ഇടയ്ക്ക് എടുക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. ഇത്തരത്തിലുള്ള ലീഗൽ യുദ്ധത്തിൽ എങ്ങനെയാണ് പരാജയപ്പെട്ടത്, ആരാണ് ഉത്തരവാദി എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം രക്ഷിതാക്കൾക്ക് അറിയേണ്ടതുണ്ട്. വലിയ തുക കണ്ടെത്താൻ വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കുമോ എന്നതും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. പഠനത്തെ ബാധിക്കാതെയും സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാതെയും പ്രശ്നം പരിഹരിക്കണമെന്ന് ചെയർമാന് നൽകിയ നിവേദനത്തിൽ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. കേസ് നടത്തിപ്പിൽ ഡയറക്ടർ ബോർഡിന് വീഴ്ച പറ്റിയതായി സംശയമുണ്ടെന്നും തുടർ നടപടികൾ കൃത്യമായി അറിയിക്കണമെന്നും നിവേദനത്തിലുണ്ട്. അനുചന്ദ്രൻ, റിയാസ്, ബിജോയ്, വരുൺ, ഹരിപ്രസാദ്, സുജിന മനോജ്, ശ്രീകുമാർ, ജാൻസ് അലക്സ്, സുരേഷ് കുമാർ, സന്തോഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.